ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മാളയിൽ കുടുംബവഴക്കിനെ തുടർന്ന് മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. വടമ സ്വദേശി വലിയകത്ത് ശൈലജയാണ് മരിച്ചത്. മകൻ ആദിലിനെ മാള പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാടവനയിൽ സ്വകാര്യ ബസ് ട്രാഫിക് സിഗ്നലിൽ ഇടിച്ച് മറിഞ്ഞു. രാവിലെ 10 മണിയോടെ ഇടപ്പള്ളി അരൂർ ദേശീയപാതയിലൂടെ സഞ്ചരിച്ചിരുന്ന കല്ലട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാളയിൽ കുടുംബവഴക്കിനെ തുടർന്ന് മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. വടമ സ്വദേശി വലിയകത്ത് ശൈലജയാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. മകൻ ആദിലിനെ മാള പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച രാവിലെ 9ഓടെയാണ് സംഭവം നടന്നത്. വഴക്കിനെ തുടർന്ന് ആദിൽ ശൈലജയെ കഴുത്തിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മകൻ ഹാദിൽ മയക്കുമരുന്നിന് അടിമയാണെന്നാണ് പറയുന്നത്. 3 കൊല്ലം മുമ്പാണ് ചാലക്കുടിയിൽ നിന്നും ഇവർ മാള വടമയിൽ താമസം ആരംഭിച്ചത്. ഭർത്താവ് ഷാജഹാന്റെ മരണശേഷമാണ് 3 മക്കളോടൊപ്പം മാളയിലെത്തിയത്. ശൈലജ ചാലക്കുടിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയായിരുന്നു. മീഡിയ ടൈം, മാള. കൊച്ചി മാടവനയിൽ സ്വകാര്യ ബസ് ട്രാഫിക് സിഗ്നലിൽ ഇടിച്ച് മറിഞ്ഞു. രാവിലെ 10 മണിയോടെ ഇടപ്പള്ളി അരൂർ ദേശീയപാതയിലൂടെ സഞ്ചരിച്ചിരുന്ന കല്ലട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് സമീപത്തൂടെ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് മുകളിലേക്കാണ് മറിഞ്ഞത്. പരിക്കേറ്റ ബൈക്ക് യാത്രികൻ മരിച്ചു. വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്റ്യനാണ് മരിച്ചത്. പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചി മരടിനടുത്ത് മാടവനയിലാണ് അപകടം നടന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വടകരയിലേക്ക് പോവുകയായിരുന്ന NL01 G2864 രജിസ്ട്രേഷനുള്ള കല്ലട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയ്ക്ക് കുറുകെയാണ് ബസ് മറിഞ്ഞത്. റെഡ് സിഗ്നലിൽ ബസ് നിർത്താനുള്ള ശ്രമത്തിൽ ബ്രേക്കിട്ടതാണ് അപകടത്തിന് കാരണമായത്. നിയന്ത്രണം നഷ്ടമായ ബസ് സമീപം നിർത്തിയിട്ട ബൈക്കിനു മുകളിലേക്ക് മറിയുകയായിരുന്നു. നിരവധി പേരെ സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസിന്റെ ചില്ല് പൊട്ടിച്ചാണ് യാത്രികരെ പുറത്തെത്തിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെത്തിച്ച ബൈക്ക് യാത്രികൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഏറെ നേരം സ്ഥലത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. ക്രെയിൻ ഉപയോഗിച്ച് ബസ് മാറ്റിയതിനു ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലവിലുള്ളത്. ഇടുക്കി മുതൽ മലപ്പുറം വരെയും കാസർഗോഡ് ജില്ലയിലും ഓറഞ്ച് അലർട്ടും നിലവിലുണ്ട്. ഇടുക്കി മുതൽ മലപ്പുറം വരെയും കാസർഗോഡ് ജില്ലയിലും ഓറഞ്ച് അലർട്ടും നിലവിലുണ്ട്. തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മഹാരാഷ്ട്ര മുതൽ കേരള തീരം വരെ നീളുന്ന ന്യൂനമർദ്ദപ്പാത്തിയാണ് കേരളത്തിലെ മഴയ്ക്ക് ശക്തിയാകുന്നത്. പടിഞ്ഞാറൻ തീരമേഖലയിൽ കാലവർഷക്കാറ്റ് വരുന്ന ദിവസങ്ങളിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഫലമായി ഇന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയ്ക്കും, ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും, വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ഇനി നാട്ടിൽ നടന്നത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുമ്പോഴും ജലവിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. വെള്ളാങ്കല്ലൂർ കോണത്തുകുന്നിലാണ് ജലനിധിയുടെ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴായി പോകുന്നത്. കോണത്തുകുന്നിൽ ഇത് നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു. 1 വർഷത്തിനുള്ളിൽ കോണത്തുകുന്ന് സെന്ററിൽ മാത്രം 6 തവണ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴായിപ്പോയി. പൈപ്പുകൾ ഇടുന്നതിലുള്ള അപാകതയാണ് ഇടയ്ക്കിടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകുമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പൊയ്യ സെന്റ് അഫ്രേം പള്ളി മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ഞായർ ആചരണം 2K24 സംഘടിപ്പിച്ചു.
പള്ളി വികാരി ഫാദർ ലിൻഡോ പനംകുളം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KCBC മദ്യവിരുദ്ധ സമിതി രൂപത എക്സിക്യൂട്ടീവ് അംഗവും മാള ഫെറോന ഭാരവാഹിയും പൊയ്യ മദ്യവിരുദ്ധ സമിതി പ്രസിഡന്റുമായ പിയൂസ് കാളിയാടൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. മതബോധന യൂണിറ്റ് സെക്രട്ടറി സിജി ബാബു സംസാരിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് ശേഷം മതബോധന വിദ്യാർത്ഥികൾ പ്ലക്കാർഡുകളേന്തി ലഹരി വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി ലഹരി വിരുദ്ധ റാലി നടത്തി. വെള്ളാങ്കല്ലൂർ AKG സാംസ്കാരിക കേന്ദ്രം മികവുകൾ പൂക്കും മിഥുനപ്പകൽ എന്ന പേരിൽ പ്രതിഭാസംഗമവും പ്രഭാഷണവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ കരൂപ്പെടുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും ആദരിച്ചു. ഖാദർ പട്ടേപ്പാടം ഉദ്ഘാടനം ചെയ്തു. ജന്മദിനം വരുമ്പോഴും ഇന്നൊക്കെ ജന്മദിനം വലിയ ആഘോഷമാണ് അല്ലേ? അങ്ങനെ അന്ന് എൻ്റെ ജന്മദിനം വരുമ്പോൾ അച്ഛൻ അതിരാവിലെ തന്നെ ഇരിങ്ങാലക്കുടയിൽ ടൗണിലേക്ക് പുറപ്പെട്ടു. ടൗണിൽ അന്ന് പ്രകാശ പ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ് ഉണ്ട്. അവിടെ അത്യാവശ്യം ചെറിയ ചെറിയ കുട്ടികൾക്ക് പറ്റിയ പുസ്തകങ്ങളൊക്കെ കിട്ടും. അവിടെ നിന്ന് ഒരു പുസ്തകം വാങ്ങിയിട്ട് അച്ഛൻ തിരിച്ചു വരും. എനിക്ക് തരുന്ന ബർത്ത്ഡേ പ്രസന്റ് സമ്മാനം അച്ഛൻ തരുന്നത് അത്തരത്തിലുള്ള പ്രകാശ പ്രസിന് 5 രൂപയും 10 രൂപയും കൊടുത്ത് വാങ്ങുന്ന ആ ബാലസാഹിത്യം, കുട്ടികളുടെ സാഹിത്യം. സംഘാടക സമിതി ചെയർമാൻ വാർഡ് മെമ്പർ MM മുകേഷ് അധ്യക്ഷത വഹിച്ചു. നവകേരളവും ഉന്നത വിദ്യാഭ്യാസ ചിന്തകളും എന്ന വിഷയത്തിൽ ഡോക്ടർ ഹരിപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. സാംസ്കാരിക കേന്ദ്രം സെക്രട്ടറി PA നസീർ, പ്രസിഡന്റ് CR സോജൻ എന്നിവർ സംസാരിച്ചു. നീറ്റ് നെറ്റ് പരീക്ഷയിലുണ്ടായ ക്രമക്കേടും അഴിമതിയും കച്ചവടവൽക്കരണം ഉദ്ദേശിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണെന്ന് AISF മണ്ഡലം കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. AISF ജില്ലാ പ്രസിഡന്റ് അർജുൻ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഖിൽ K ജോൺസൺ അധ്യക്ഷത വഹിച്ചു. നിർധനരായ തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള പ്രോത്സാഹനമായി ഉപഹാരം നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ നൽകി. മിഥുൻ പോട്ടക്കാരൻ, KG ശിവാനന്ദൻ, CC വിപിൻ ചന്ദ്രൻ, PP സുഭാഷ്, PA ജോൺസൺ, OC ജോസഫ്, നഗരസഭാ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ LC പോൾ, ഷീല പണിക്കശ്ശേരി, കൗൺസിലർ ഫ്രാൻസിസ് ബേക്കൺ എന്നിവർ പ്രസംഗിച്ചു. അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മികവുത്സവം നടത്തി. കൊടുങ്ങല്ലൂർ ഉപജില്ലയിൽ +2 കോമേഴ്സ് കോമ്പിനേഷനിൽ 1ാം സ്ഥാനവും ഹൈസ്കൂൾ തലത്തിൽ SSLCക്ക് മികവാർന്ന നേട്ടവും സ്കൂൾ നേടി. മികവാർന്ന നേട്ടം കൈവരിച്ച ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ്, PTA, സ്റ്റാഫ് കൗൺസിൽ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മെമന്റോ നൽകി ആദരിച്ചു. പൊതുസമ്മേളനം അഴീക്കോട് സിദി സാഹിബ് മെമ്മോറിയൽ ട്രസ്റ്റ് പ്രസിഡന്റും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ PS സീതി ഉദ്ഘാടനം ചെയ്തു. യുണൈറ്റഡ് സ്കൂൾ ഓർഗനൈസേഷൻ അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പെയിന്റിംഗ് മത്സരത്തിൽ പങ്കെടുത്ത ദേശീയ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി. PTA പ്രസിഡന്റ് KM സാദത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ, MA അബ്ദുൾ ഗഫൂർ, വാർഡ് മെമ്പർ പ്രസീന റാഫി, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ TV സമീന, ഹൈസ്കൂൾ പ്രധാന അധ്യാപിക KA സബീന എന്നിവർ പ്രസംഗിച്ചു. മേലടൂർ സൗഹൃദ വയോജന ക്ലബ്ബ്, ചാലക്കുടി ഐ വിഷൻ കണ്ണാശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷത വഹിച്ചു. MC പോൾ, നേത്രവിഭാഗം ഡോക്ടർ B രാധാരമണൻ മുഖ്യാതിഥിയായിരുന്നു. KV സുലോമണി, MI ടോമി എന്നിവർ സംസാരിച്ചു. വെണ്ണൂർ അക്ഷര ഗ്രാമീണ വായനശാല വനിതാ കൂട്ടായ്മയുടെ അക്ഷര പെൺമയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കൃഷി, അക്ഷരപ്പൂക്കളും ഇത്തിരി പച്ചക്കറിയും വിത്തിറക്കൽ നടന്നു. പരിസ്ഥിതി പ്രവർത്തകനും വനമിത്ര പുരസ്കാര ജേതാവുമായ VK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ കൂട്ടായ്മ അക്ഷര പെൺമ പ്രസിഡന്റ് സൻസി വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അന്നമനട ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ PT പൗലോസിനെ ആദരിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് ഊക്കൻ, പഞ്ചായത്ത് അംഗങ്ങളായ സുനിത സജീവൻ, ആനി ആൻഡു, വിനിത പ്രദീപ്, രാജു പ്ലാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി, SSLC, LSS, USS
NMMS പരീക്ഷകളിൽ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ PTA പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. MLA E.T. ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. LSLD+2 അവാർഡ് ദാനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CJ ഗിരിജ, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ഷൈജൻ കളത്തിൽ എന്നിവർ പുരസ്കാര വിതരണം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ TS രാജു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, PTA പ്രസിഡന്റ് KY അസീസ്, പ്രിൻസിപ്പൽ ഡൊമിനിക് സാവിയോ, പ്രധാനാധ്യാപകൻ ശ്രീ VK മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. മുക്കാട്ടുകര KCYM സംഘടനയുടെ സ്വർഗീയ മധ്യസ്ഥനായ തോമസ് മോർ വിശുദ്ധന്റെ തിരുനാളിനോടനുബന്ധിച്ച് മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ സൗജന്യ ആസ്മ അലർജി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. KCYM സംഘടനാ പ്രസിഡന്റ് കിരൺ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി റവറൻഡ് ഫാദർ ആന്റണി ചിറ്റിലപ്പിള്ളി, ഡോക്ടർ ആന്റണി കള്ളിയത്ത്, ജെൻസൺ ജോസ് കാക്കശ്ശേരി, റോബിൻ പോൾ, ആൻജോ ജോൺസൺ, വിൽസൺ പ്ലാക്കൽ, കൊച്ചുവർക്കി തരകൻ എന്നിവർ പ്രസംഗിച്ചു. KCYM സംഘടനാ ഭാരവാഹികളായ സ്റ്റീന ഡേവിസ്, ഐറിൻ റോളി, ജോ ഏഞ്ചൽ, അസീസി ഫ്രാൻസിസ്, ആൽഫിൻ ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. MES മുകുന്ദപുരം താലൂക്ക് കമ്മിറ്റിയുടെയും നേത്ര ഐക്കെയർ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് ബഷീർ തോപ്പിൽ അധ്യക്ഷത വഹിച്ചു. MES ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അയ്യൂബ് കരുപ്പടന്ന, VM ഷൈൻ, PK മുഹമ്മദ് ഷമീർ, അഷ്റഫ് മൗലവി, വാർഡ് മെമ്പർ ബഷീർ മയ്യക്കര എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മാളയിൽ കുടുംബവഴക്കിനെ തുടർന്ന് മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. വടമ സ്വദേശി വലിയകത്ത് ശൈലജയാണ് മരിച്ചത്. മകൻ ആദിലിനെ മാള പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാടവനയിൽ സ്വകാര്യ ബസ് ട്രാഫിക് സിഗ്നലിൽ ഇടിച്ച് മറിഞ്ഞു. രാവിലെ 10 മണിയോടെ ഇടപ്പള്ളി അരൂർ ദേശീയപാതയിലൂടെ സഞ്ചരിച്ചിരുന്ന കല്ലട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ന്യൂസ് റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം.